PCOD ഉണ്ടോ എന്ന് നോക്കണം. അത് നമുക്ക് 5 കാര്യങ്ങളിലൂടെ കണ്ടുപിടിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ മെൻസസ് റെഗുലർ ആണോ എന്ന് നോക്കാം. നമ്മൾ മെൻസസ് റെഗുലർ ആണോ എന്ന് പറയുമ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് മെൻസസ് വരുന്നോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബ്ലീഡിങ്ങിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം കൂടുതലായിട്ടോ കുറവായിട്ടോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് രോമ വളർച്ച അല്ലെങ്കിൽ ഹിർസ്യൂട്ടിസം എന്ന് പറയും. ആണുങ്ങൾക്ക് രോമം വളരുന്നത് പോലെ തന്നെ കീഴ്ത്താടിയില്, മേൽചുണ്ടില്, ചെസ്റ്റില്, അബ്ഡമനിലൊക്കെ എന്ത് ചെയ്യുക, തിക്കായിട്ട് രോമം വളരുന്നുണ്ടോ എന്ന് നോക്കാം. മൂന്നാമതായിട്ട് സ്കിൻ ഫോൾസിൽ, ഇപ്പൊ നെക്കിന്റെ ബാക്കില് അല്ലെങ്കിൽ കക്ഷത്തൊക്കെ എന്ത് ചെയ്യുക, ഒരു തിക്കായിട്ട് ഡാർക്ക് ആയിട്ട് എന്ത് ചെയ്യുക, സ്കിന്ന് പിഗ്മെന്റഡ് ആയിട്ട് കാണാം. ഡാർക്ക് ആയിട്ട് സ്കിന്ന് കാണിക്കുക. അതിനാണ് നമ്മൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. ഈ ലക്ഷണം ഉണ്ടോ എന്ന് നോക്കാം. നാലാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെന്റലി എന്ത് ചെയ്യുക, ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കാം. അഞ്ചാമതായിട്ട് നമ്മളൊരു US സ്കാൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഓവറിയിൽ 12ൽ കൂടുതൽ സിസ്റ്റുകൾ കാണുകയും അതിന്റെ ഡയമീറ്റർ 2 to 9 mm വെച്ചിട്ട് ഡയമീറ്റർ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ PCOD ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും.